ഇന്ന് ഞാൻ എത്തിച്ചേർന്നത് ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനങ്ങളിലൊന്നായ ഹൈദരാബാദിന്റെ ചരിത്രം ഉറങ്ങുന്ന കുത്ബ ഷാഹി ഹെറിറ്റേജ് പാർക്കിനടുത്താണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട കോട്ടയ്ക്ക് സമീപത്താണ്. ഈ പാർക്ക് വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ഇത് ഡെക്കാൻ സുൽത്താനിന്റെ പ്രൗഢമായ ചരിത്രം ജീവിക്കുന്ന തെളിവ് തന്നെയാണ് ഇത്. 16-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ഹൈദരാബാദ് പ്രദേശം ഭരിച്ചിരുന്ന കുത്ബ ഷാഹി രാജവംശത്തിലെ ഭരണാധികളുടെയും അന്ത്യവിശ്രമ സ്ഥലമാണിത്. സുൽത്താൻ കൂലി ഇഖ്ബ ഉൽ മുൽക്ക് സ്ഥാപിച്ച ഈ രാജവംശത്തിലെ 7 തലമുറയിൽപ്പെട്ട രാജാക്കന്മാരും രാജ്ഞികളും രാജകുടുംബത്തിന്റെ അംഗങ്ങളുടെയും കല്ലറകളെല്ലാം ഇവിടെയുണ്ട്. ഈ ഹെറിറ്റേജ് പാർക്കിലെ നിർമ്മിതങ്ങൾ പേർഷ്യൻ, പത്താൻ, ഹിന്ദു വാസ്തുവിദ്യ ശൈലികളുടെ ഒരു അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഇതാണ്. ഇവിടുത്തെ വലിയ താഴികകളും അലങ്കരിച്ചിട്ടുള്ള ചതുരാകൃതിയിലുള്ള അടിത്തറകളും കൊത്തുപണികളും സമൃദ്ധമായ തൂണുകളും ഇവിടുത്തെ കല്ലറകളും പ്രത്യേകത തന്നെയാണ്. ഗ്രാനൈറ്റ് കല്ലുകൾ തീർത്ത നിർമ്മിതികളും ചുറ്റും മനോഹരമായ തോട്ടങ്ങളും പച്ചപ്പ് ഒരുക്കിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ കല്ലറ ഹൈദരാബാദിലെ നഗരത്തിലെ സ്ഥാപകനായ മുഹമ്മദ് കുലി കുത്ബ് ഷായുടേതാണ്. ഏകദേശം ഒരു 106 ഏക്കറോളം പരന്നിടക്കുന്ന ഈ പാർക്ക് കല്ലറ കൂടാതെ പുരാതന മോസ്കുകൾ, വലിയ കിണറുകൾ, തുർക്കിഷ് ശൈലിയിലുള്ള ഹമാം അതായത് രാജകീയ കുളിമുറി എന്നിവ അടങ്ങിയിരിക്കുന്ന അഫ്ഗാൻ വാസ്തു കൾച്ചറിന്റെ ഒരു തെലങ്കാന പുരാവസ്തു വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഈ പ്രത്യേക പാർക്കിനെ അതിന്റെ പഴയ പ്രൗഢിയിൽ വീണ്ടെടുക്കാൻ വലിയ പുനരുദ്ധാരണം നടന്നു വരുന്നുണ്ട്. എന്നാലും ഇത് കാണാൻ വളരെ ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. നമുക്ക് കണ്ടാലേ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മുടെ പ്രത്യേകത സാംസ്കാരികം വരും തലമുറക്കായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഏറ്റവും വലിയൊരു ഇത് തന്നെയല്ലേ. ഇത് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോണത്. പണ്ട് കാലത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ അകത്തോട്ട് കയറി കൂടെ നിങ്ങൾക്ക് എല്ലാവരുടെ കാഴ്ച കാണിച്ചു തരാം. നല്ല ഇതാണ് ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ. ഇതെല്ലാം 1575, 1600, 1625, 1580 ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരെ കുറിച്ചുള്ളതാണ്. അവര് നിർമ്മിച്ച സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞാനിത് ഓരോന്നിങ്ങനെ കണ്ടിങ്ങനെ പോവുകയാണ്. ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളവിടെ കാണിക്കുന്നുണ്ട്. ഇത് സമയപരിധി കാരണം, ജോലിയുടെ സമയപരിധി കാരണമാണ് ഈ വീഡിയോ ഇത് കണക്ക് ആയി പോണത്. നല്ല സമയമുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയമില്ല. ജോലിക്ക് ഇടയിൽ എടുക്കുന്ന വീഡിയോസ് ആയതുകൊണ്ടാണ് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അടുത്ത ഓട്ടം പോണം, അതുകൊണ്ടാണ്. എന്തായാലും ഇനിയിപ്പോ അടുത്ത വീഡിയോ എടുക്കാം. ആ പഴയ കാലത്ത് നിർമ്മിച്ചതിന്റെ കുറച്ച് ഫോട്ടോകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ ഹിസ്റ്ററി ഉള്ളൊരിത് 1550 കാലത്തൊക്കെ ഒരു ഇത് നിർമ്മിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് തന്നെയല്ലേ. ഇത് ഇത്രയും വർഷം ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പം ഹൈദരാബാദ് സർക്കാർ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണത്. ഇവിടുത്തെ ഒരു ഇത് കൊണ്ടുപോകണം, നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകണല്ലോ. അത് ഉള്ളത് നശിപ്പിക്കാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അതിനൊരു കഴിവാണ്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. നമുക്കായിട്ട് മുൻകാല തലമുറയിലുള്ളൊരു ഒഴുക്കി വെച്ചേക്കുന്ന ഒരു അത്ഭുതങ്ങൾ തന്നെയാണ്. അവരാ കാലം കഴിഞ്ഞാലും ഓർമ്മിക്കുന്നൊരു സൃഷ്ടികൾ തന്നെയാണ് ഇതെല്ലാം. നമ്മളിത് കാണാൻ നമുക്ക് ഇതുപോലെ കിട്ടിയത് തന്നെ നമുക്ക് ഭാഗ്യപ്പെട്ടു. അതായത് ഇവിടെ വെളിയോട്ടിറങ്ങാത്തേക്ക് മറ്റേ ഒരു വേരാല് പോലെ ഇതിന്റെ വേരുകളെല്ലാം ഇത് കാണാൻ ഒരു പ്രത്യേക ഫീലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഇത് ഇവിടത്തെ ഒരു രാജാവിന്റെ കല്ലറകളാണ്, രാജാവിന്റെ അഗ്നിയാണ്. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ നിന്ന് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്നൊരു ഭാഗ്യം തന്നെയാണ്. ഇതൊക്കെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഭാഗ്യം തന്നെയാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല മുഴക്കമുണ്ട്. മുഴക്കം കേട്ട് ഒരിതായിട്ട് വരുവാണ്. ഇത് എല്ലാവരും ചുറ്റി കാണുന്നുണ്ട്. എല്ലാം നല്ലൊരു ഇത് തന്നെയല്ലേ. ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റുക, അവര് നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി പണിയെടുപ്പിച്ച സാധനങ്ങൾ. അതായത് തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ ഇത്. വരും തലമുറകൾ അവരെ ആലോചിക്കുന്നു എന്നതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇത്. ഇത് പണി കഴിച്ചവരായാലും അതിന്റെ സൈഡിലെ ഗുണങ്ങളെ കാര്യങ്ങള് അതിന്റെ ഇതെല്ലാം തന്നെ പുറത്തുനിന്നുള്ള ഇതെല്ലാം അത് ഒരു കാണാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും വലിയ സൃഷ്ടികളൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് കരുതി എത്തിയതല്ല. ഇവിടെ എല്ലാം മാതളങ്ങളാണ്. കേട്ടാ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു. എങ്ങനെയത് മാതളം. ഇതെല്ലാം പിന്നെ രാജാക്കന്മാര്, രാജ്ഞികള്, അവരെ കുടുംബാംഗങ്ങള്, അവരുടെ എല്ലാരെയും കല്ലറകളാണ് ഇതിന്റെ അകത്തുള്ളത്. അപ്പം
എല്ലാവരുടെയും ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ ഒരു 6-7 തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അത്രയും ആൾക്കാരുടെ പിന്നെ ശവകുടീരങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് കല്ലറകളെല്ലാം നല്ല ഇല്ല, അതൊരു ഇത്രയും ഇതില് സൂക്ഷിക്കുന്നു. ഇപ്പോഴും നല്ല വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇപ്പോഴും അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് നല്ല. ഇവിടെ 4 സൈഡിലും ഇതുപോലെ ഇങ്ങനെ ഒരു അറകളുണ്ട്. അപ്പൊ ഇതിൽ കൂടെ കയറി അപ്പുറ സൈഡിൽ ഇറങ്ങാൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ദാണ്ടെ അകത്തോട്ട് കയറുവാണ്. ഇത് ഒരു വഴിയാണ്. ഇപ്പൊ വഴി കൂടെ കയറി നമുക്ക് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പുറത്ത് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഇതിലെ നേരെ കയറി അപ്പുറത്ത് ഇറങ്ങും പോകാൻ പറ്റും. ഓക്കെ भैया അവിടെ I am from Bijapur, Karnataka. ഇത് ബ്രോ നാം ക്യാ ഹൈ? Mohammed Tanveer. ഓക്കെ Nice to meet you. ഓക്കെ താങ്ക് യു. അപ്പൊ ഇവിടെ വെച്ച് ഇത് എന്താ വീഡിയോ യൂട്യൂബിൽ ഇടുന്നെന്ന് പറഞ്ഞിട്ട് അവര് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് അങ്ങനെ സംസാരിച്ചിട്ട് പോയി. ഞാൻ നാട്ടെ ഇതുകൊണ്ട് തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ഇറങ്ങി. ഇവിടെ നിന്ന് അവിടെ നിന്ന് കയറി താണ്ടെ ഇപ്പുറത്ത് ഇറങ്ങി. ഇതാണ് അവിടുത്തെ വഴി. പണ്ട് കണക്ക് 4 സൈഡിലും 4 അറകൾ കണക്കുണ്ട്. അതിലേക്ക് കയറി അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും. അത് തന്നെ ഇപ്പൊ ഇവിടെ ആളിനെ അടക്കിയാക്കുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതേ കണക്ക് അപ്പുറത്തോട്ട് ഞാൻ അവിടെ പോയി നോക്കിയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. ഇവിടെ എല്ലാം ഇതുപോലെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അതിന്റെ അകത്ത് എന്താണ് എനിക്ക് തോന്നുന്നു ഇവിടെ പഴയ രാജാക്കന്മാരെയൊക്കെ അടക്കിയേക്കുന്ന. ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ആരും ഇല്ല. ഇവിടെ കബർ അടക്കിയേക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ ആരും കയറുന്ന ഞാൻ കണ്ടില്ല. എന്തായാലും ഞാൻ അകത്തോട്ട് വരും. അകത്തോട്ട് പിന്നെ കയറുന്നതിന് കുഴപ്പമില്ല, തുറന്നു കൊടുക്കുമായിരുന്നു. അങ്ങനെ അകത്തോട്ട് കയറിയതാണ്. ഇവിടെ നല്ല മുഴക്കമുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കുന്നു. ഒരു നല്ലൊരു മുഴക്കമുള്ള സ്ഥലം. മുകളിലൊക്കെ നല്ല ഭംഗിയായിട്ടാണ് പണിഞ്ഞു വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു രാജാവിനെ അടക്കിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അതുകൊണ്ട് അല്ലാതെ ഞാൻ ചോദിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞുതരായിരുന്നു. ഇവിടെ ആരെയും കണ്ടില്ല. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ. എന്റെ ഇവിടെ അകത്ത് ഒറ്റയ്ക്കാൻ ചെറിയ പേടിയുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. സൗണ്ട് ഞാൻ പറയുന്നത് തന്നെ ഒരു 3-4 തവണയായിട്ട് കേട്ട് മുഴങ്ങി വരുന്നുണ്ട്. ഒരു പ്രത്യേക ഞാൻ പറയുന്ന ഒരു 2-3 തവണയായിട്ട് ഇവിടെ മുഴങ്ങി തന്നെ കേൾക്കുവാണ്. ഇത് രാജാവിനെ കബറടക്കിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അകത്ത് നല്ല രസമുണ്ട്. അതുകൊണ്ട് ഇവിടെ കാണാനും നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് മുകളിലോട്ട് നോക്കിയാലും നല്ല വർക്കാണ് ചെയ്തേക്കുന്നത്. നല്ല എന്താ വെച്ചാൽ അന്നത്തെ ഇതേപോലൊരു ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തുമാത്രം ഇതുണ്ട്. ഇപ്പോഴും തന്നെ ഈ നമ്മുടെ ഈ കാലത്ത് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൂടി ഇത്രയും ഭംഗിയുള്ളൊരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല.